നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛൻ കാണാൻ പാടാത്തൊരു കാഴ്ച കണ്ടു. അത് മോനോട് പറയാൻ അച്ഛൻ വിളിച്ചത്. എന്താ അച്ഛൻ കണ്ടത്? എന്നോട് ക്ഷമിക്കുക ഹരീഷ്. എനിക്ക് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഞാൻ നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു. എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഉറക്കം പോയി. നേരം പുലരാറായല്ലോ. മുറ്റത്തിറങ്ങി ചെടികളൊക്കെ നനയ്ക്കാം. എന്റെ അമ്മേ, ഞാൻ പറഞ്ഞോട്ടെ. വേണ്ട വേണ്ട, ഒന്നും ചെയ്യരുത്. അച്ഛാ മതി അച്ഛാ. എനിക്ക് വിവാഹപ്രായമുള്ള മകളോടൊപ്പം ശ്രദ്ധിക്കണം. നീലടി ഒന്നോ വളർത്തുദോഷ നിന്റെ മാത്രം. എന്നോട് ക്ഷമിക്കണം. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് സത്യങ്ങൾ മറച്ചു വെച്ചു. നിങ്ങളുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതിയാ ഞാൻ. അറിഞ്ഞപ്പോഴേ കൊത്തി അറിയണോ? കത്തിയടിക്കണി. അയ്യോ വേണ്ട വേണ്ട, എല്ലാം എന്റെ തെറ്റാ. ഞാൻ ആ സ്ത്രീയെ ഇനി വീടിന്റെ പരിസരത്ത് കണ്ട കൊന്നുകളയും ഞാൻ. എന്റെ നിയന്ത്രണ നഷ്ടമാണ്. ഇങ്ങനെ ഒരു മകൾ എനിക്ക് വേണ്ട. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഇവൾക്ക് അറിയാതെ പറ്റിയതാ. ഇവളോട് ക്ഷമിക്ക. ഇവള് കൊച്ചുകുട്ടിയല്ലേ. എനിക്ക് ഇവിടെ മുഖം കാണില്ല. പ്രിയേ, വിളിച്ചോണ്ട് പോടിയൂടെ. അച്ഛാ എന്നോട് ക്ഷമിക്കച്ച. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്നോട് ക്ഷമിക്കച്ച. എന്താ നീ ഫോൺ എടുക്കണി. രാജു. ഹലോ അച്ഛാ. എന്താ അച്ഛൻ ഇത്ര നേരത്തെ ഉണർന്നു? ഉണർന്നു. നീ എത്രയും വേഗം ഇവിടെ വരണം. എന്താ കാര്യം? കാര്യമൊക്കെ നീ വന്നിട്ട് പറയാം. നീ വേഗം വാ.
എന്താ അച്ഛാ എന്തുപറ്റി? എന്താ അച്ഛനൊന്നും മിണ്ടാത്ത? മോനെ രാജു, അച്ഛൻ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടു. അത് മോനോട് പറയാൻ അച്ഛൻ വിളിച്ചത്. എന്താ അച്ഛാ? എന്താ അച്ഛൻ കണ്ടത്? ഒരു ഒരു ദുസ്വപ്നം. ഞാൻ എന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു നിൽക്കുകയായിരുന്നു. നിന്നെ നേരിട്ട് കണ്ടപ്പോഴാ എനിക്ക് സമാധാനായത്. നിന്നെ കണ്ടാലേ എനിക്ക് സമാധാനിക്കാനാവൂ എന്നെനിക്കറിയാമായിരുന്നു. അച്ഛാ അച്ഛൻ ഓക്കെ അല്ലേ? നീ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ നിന്നെ ബുദ്ധിമുട്ടിച്ചു. നീ അച്ഛനോട് ക്ഷമിക്കുമോനെ. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ കണ്ടതിന്റെ ആഘാതം മാറാൻ ഒരുപാട് സമയമെടുക്കും. കാണാൻ പാടില്ലാത്ത ആ ദുസ്വപ്നം അച്ഛന്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചു മോനെ. പൊക്കോ, വർമ്മ സാറിന്റെ അരികിൽ മോൻ വേണം. അച്ഛൻ ഞാൻ പൊക്കോ മോനെ, അച്ഛൻ ഓക്കെയാ. നീ ചെല്ല്, നീ ആശുപത്രിയിലേക്ക് ചെല്ല്. അച്ഛൻ പറയുന്നത് അനുസരിക്കേ. ശരി അച്ഛാ. അമ്മേ ചേട്ടാ, ഇവിടെ നടന്നുവെന്നും രാജുവിനോട് പറയരുത്. അവനിതറിഞ്ഞ ഒരുപാട് വിഷമിക്കും. ഞാനിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. അച്ഛ, രാജുവിനോട് ഇത് പറയണ്ട അച്ഛ. ശ്രീ, നീ പറ അച്ഛനോട്. അച്ഛ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അമ്മ അറിഞ്ഞ് താക്കീത് തന്നതിൽ പിന്നെ ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. ഇപ്പൊ ഹരീഷ് വന്നത് എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോവാനോ? അപ്പോഴും ഞാൻ അവന്റെ മുഖത്ത് അടിക്കുക ചെയ്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.